ഒരു പുതിയ ക്യാമറ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചിലപ്പം ഈ ക്യാമറയിൽ 500 ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ 1000 1000 ഒന്നും ഉണ്ടാവില്ല, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഇതുവരെ 500 എത്തിയിട്ടില്ല, 343 എങ്ങാണ്ടാണ് ടോപ്പ്. എന്തായാലും പോട്ടെ, ആ വലിയ എക്സാമ്പിളിലൊന്നും പോട്ടെ, ചെറിയ എക്സാമ്പിൾ. നിങ്ങളുടെ ക്യാമറയിൽ 51 ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ട്, ഇൻക്ലൂഡ്സ് 15 ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിൻറ്റ്സ് എന്ന ഒരു നോട്ട് കാണാം ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ ആ സെഷൻ വായിക്കുമ്പോൾ. എന്താണ് ഈ ഫോക്കസ് പോയിൻറ്റ്സും ക്രോസ് ടൈപ്പ് ഫോക്കസും? ഈ സാധാരണ ഫോക്കസ് പോയിന്റുകൾ വർക്ക് ചെയ്യുന്നത് വെർട്ടിക്കൽ രീതിയിലാണ്, അതായത് മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ എഞ്ചിനീയറിങ്ങിലേക്ക് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട, ഞാൻ അതിൻ്റെയാണ് വ്യത്യാസം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അതൊരു വൺ സൈഡ് ആക്ടിവിറ്റി, അതായത് ഒരു സൈഡിൽ നിന്ന് മാത്രമുള്ള റീഡിങ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലോ ആയിരിക്കും. സ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുക. ഡിജിറ്റൽ ഡിവൈസ് ആണ്, എന്നാലും കമ്പാരിറ്റീവ്ലി അത് സ്ലോ ആയിരിക്കും. എന്നാൽ ഈ ക്രോസ് ടൈപ്പ് ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്യുന്നത് ഒരു ഫ്രെയിമിലെ ഫോക്കസ് പോയിന്റ് ഇത് പരിശോധിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ചിഹ്നം പോലെയാണ്, അതായത് ക്രോസ് ആയിട്ട്. അങ്ങനെ ആകുമ്പോൾ 2 ഡയറക്ഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട്, അതായത് മറ്റേ ഫോക്കസ് പോയിന്റിനേക്കാൾ ഒരുപാട് ഫാസ്റ്റായിട്ട് ഇതിന് ഫോക്കസ് ഡിറ്റക്റ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും ആക്യുറേറ്റ് ആക്കാനും വേണ്ടിയിട്ടും സാധിക്കും. അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോക്കസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിന്റുകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ എത്ര ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ക്യാമറയുടെ മേന്മ ഉറപ്പാക്കുന്നത്. പഴയ ക്യാമറയുള്ള ആൾക്കാരൊന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾക്കൊക്കെ ഉള്ളത് ഫോക്കസ് പോയിന്റുകൾ മാത്രമാണ്. അന്നൊന്നും ഈ ടെക്നോളജി ഇത്രയും വളർന്നിട്ടില്ല. അതേപോലെ എൻട്രി ലെവൽ ക്യാമറയുള്ള ആൾക്കാരും പരിഭവപ്പെടേണ്ട കാര്യമില്ല. ആ സമയത്ത് അതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന കാശിനുള്ള സംഭവങ്ങളെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഹൈ എൻഡ് ക്യാമറകളിൽ, ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ക്യാമറകളിലൊക്കെ ക്രോസ് ടൈപ്പ് ഫോക്കസ് പോയിന്റുകൾ കൃത്യമായിട്ട് ക്യാമറ കമ്പനികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്ര ക്രോസ് ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ വരുന്ന എനിക്ക് തോന്നുന്നു 51 ഫോക്കസ് പോയിന്റിൽ ഇപ്പം വരുന്ന മേജർ ക്രോസ് ടൈപ്പ് 15 ആണ്. 51ൽ 15 എണ്ണം ക്രോസ് ടൈപ്പ് ആയിരിക്കും, ബാക്കി 36 സാധാരണ ഫോക്കസ് പോയിന്റുകളായിരിക്കും. അപ്പോൾ ഇതാണ് ഫോക്കസ് പോയിന്റുകളുടെ ഒരു പ്രത്യേകത. നിങ്ങൾ ക്യാമറ വാങ്ങിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കൂടുതൽ ഫോക്കസ് പോയിന്റുകളുള്ള ക്യാമറ നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു ചോദ്യം വരും. നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് പോയിന്റ്സ് ഉള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഒരിക്കലും ഫോക്കസ് പോയിന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ചിലപ്പം ഒരൊറ്റ ഫോക്കസ് പോയിന്റ് ആയിരിക്കും. പക്ഷെ നമുക്കൊരു കണ്ടിന്യൂസ് ട്രാക്കിംഗ് ഒക്കെ ആവശ്യമായിട്ട് വന്നെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫോക്കസ് പോയിന്റുകളുടെ ഒരു ആവശ്യം നമുക്ക് വളരെയധികം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ വാങ്ങിക്കുമ്പോൾ ഫോക്കസ് പോയിന്റ്സ് കൂടുതലുള്ള ക്യാമറകൾ തന്നെ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക.